നമ്മുടെ സമൂഹം, ഉമ്മത്ത് എത്രത്തോളം ഖുർആനുമായി അടുത്തിരിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന ഒരു സംഭവം. നമ്മൾ ഇങ്ങോട്ട് വരുന്നതിനിടയിൽ, നമ്മളിപ്പോൾ വരുന്നത് അരീക്കോട് ഒരു നിക്കാഹ് കഴിഞ്ഞിട്ടാണ്. അത് കഴിഞ്ഞ് ഇരുമ്പുളിയത്തേക്ക് ഇങ്ങനെ ലൊക്കേഷൻ ഇട്ടിട്ടാണ് വരുന്നത്. GPS ലൊക്കേഷൻ ഫാറൂഖ് ഭായി അയച്ചു തന്ന ലൊക്കേഷൻ ഇട്ടിട്ട് വരികയാണ്. അപ്പോൾ GPS ഒരു പ്രത്യേകത, ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഊടുവഴികളിലൂടെയൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും. അപ്പോൾ മാഷാ അല്ലാഹ് നല്ല ഗ്രാമീണ സൗന്ദര്യം ആസ്വദിച്ച് ഊടുവഴികളിലൂടെ ഇതുവരെ കാണാത്ത നാടുകളിലൂടെയൊക്കെ അങ്ങനെ വരികയാണ്. അപ്പോൾ വരുമ്പോൾ കുറച്ച് കുട്ടികൾ ഇവിടെ ഏകദേശം എനിക്ക് ഓർമ്മ ശരി ഒരു 5-10 കിലോമീറ്റർ ബാക്കി ഉണ്ടാകുമ്പോൾ കുറച്ച് കുട്ടികളിങ്ങനെ റോഡ് സൈഡിൽ നിൽക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആണല്ലോ, സ്കൂളൊന്നും ഇല്ലല്ലോ. അപ്പം വണ്ടി കൈ കാണിച്ച് നിർത്തി. അപ്പോൾ അവരെന്തോ കച്ചവടം ചെയ്ത് നിൽക്കുകയാണ്. ചോദിച്ചു, എന്താണ് മുഹബത്തിൻ്റെ സർബത്തോ, എന്തോ ഒരു സർബത്ത്. ഞാൻ പകുതി ഉറക്കത്തിലായിരുന്നു. മുഹബത്തിൻ്റെ സർബത്ത് വേണോ ചോദിച്ചു. അപ്പം എൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ഉണ്ട്. അവന് കുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ കുറച്ച് ഖുർആനിൻ്റെ കുറച്ച് ചോദ്യങ്ങളോ ഒക്കെ ചോദിച്ചിട്ടാണോ വിടുള്ളൂ. അവൻ പറഞ്ഞു, മുഹബത്തിൻ്റെ സർബത്തൊക്കെ വാങ്ങിക്കുക, ഖുർആനിൽ എത്ര സൂറത്തുണ്ട് നിങ്ങൾ പറയുന്നു, എന്നാലും മുഹബത്തിൻ്റെ സർബത്ത് വാങ്ങിക്കാന്ന് പറഞ്ഞു. അങ്ങനെ കുട്ടികൾ പറയാൻ തുടങ്ങി. 144 ഒരാൾ, 124 വേറൊരാൾ, 154 വേറൊരാൾ. ആരും ഉത്തരം പറഞ്ഞില്ല. ഒരു കുട്ടി പോലും ഉത്തരം പറഞ്ഞില്ല. പരിശുദ്ധ എനിക്ക് തോന്നുന്ന ഒരു 10, 12, 8 ഒക്കെ വയസ്സുള്ള കുട്ടികളാണ്. 114 സൂറത്താണ് പരിശുദ്ധ ഖുർആനിലുള്ളത് എന്ന് പോലും നമ്മുടെ സമുദായത്തിലെ, സമൂഹത്തിലെ ഈ പ്രസ്ഥാനം കടന്നു ചെല്ലാത്ത, ഈ തൗഹീദ് കടന്നു ചെല്ലാത്ത മഹാഭൂരിപക്ഷം വരുന്ന കുടുംബങ്ങൾക്ക് പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട് എന്ന് പോലും അറിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രവർത്തിക്കാനിരിക്കുന്നു, ഒരുപാട് പണികൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട്. പരിശുദ്ധ ഖുർആൻ ഈ ഉമ്മത്തിനെ ഒരുപാട് പരിചയപ്പെടുത്താനിരിക്കുന്നു. അതുകൊണ്ട് എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ എനിക്ക് എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും ഇതിൻ്റെ സംഘാടകരോടുമെല്ലാം പറയാനുള്ളത്, ഖുർആനിൻ്റെ വക്താക്കളും പ്രചാരകരുമായി നിങ്ങൾ മാറണം. ഉമ്മത്ത് ഖുർആൻ അറിയണം. ഖുർആൻ അറിഞ്ഞാൽ മാത്രമേ ഉമ്മത്തിന് വിജയമുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഈ അടുത്ത കാലത്ത് നമ്മുടെ ബഹുമാന്യനായ കഴിഞ്ഞ ദിവസം മരണപ്പെട്ട MM മദനി, അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു അദ്ദേഹം അഭിമുഖീകരിച്ച ഏറ്റവും വലിയ സദസ്സാണ് വയനാട് നിന്ന് സംസാരിച്ചത്. അവിടുന്ന് അദ്ദേഹം നമ്മെ ഓർമ്മപ്പെടുത്തിയ ഒരു ആയത്തുണ്ട്. വഖാല റസൂലു യാ റബ്ബ് ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നാളെ മഹ്ശറയിൽ ഇങ്ങനെ നിന്നിട്ട് വിരൽ ചൂണ്ടിയിട്ട് അള്ളാഹിനോട് പറയും, പടച്ചോനെ 23 കൊല്ലക്കാലത്തെ എൻ്റെ പരിശ്രമം, ഞാൻ ശരിക്കും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഉറങ്ങിയിട്ടില്ല, സമാധാനത്തോടെ ഞാനൊന്ന് വിശ്രമിച്ചിട്ടില്ല, ഏറും ആട്ടും തുപ്പും പരിഹാസവും ബഹിഷ്കരണങ്ങളും നാടുകടത്തലും വധശ്രമങ്ങളും എല്ലാം അനുഭവിച്ച് അവർക്ക് ജീവിതത്തിൽ ഒരു മാതൃകയാക്കി കൊണ്ട് നടക്കാൻ ഞാൻ സമർപ്പിച്ച ഈ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ, അത് അവർ സെക്കൻഡറി ആക്കി കളഞ്ഞു. അതിന് വേണ്ടുന്ന പരിഗണന അവർ നൽകിയിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പരലോകത്ത് വെച്ച് പരാതിയും പരിഭവവും റബ്ബിനോട് പറയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ആ ആയത്താണ് അദ്ദേഹത്തിൽ നിന്ന് നേരിട്ട് കേൾക്കാൻ പറ്റിയ ഒരു ഉത്ബോധനം. ഓർമ്മയിലിരിക്കട്ടെ പ്രിയപ്പെട്ടവരെ, ഖുർആനിനെ അവഗണിച്ചവരുടെ കൂട്ടത്തിൽ നാം ഉണ്ടാകരുത്. നമ്മളോടൊരാൾ പരിശുദ്ധ ഖുർആനിൽ എത്ര സൂറത്തുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആനിൽ എത്ര ആയത്തുകളുണ്ട് എന്ന് ചോദിച്ചാൽ കൃത്യമായി മറുപടി പറയാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രതിപാദ്യ വിഷയങ്ങൾ ചോദിക്കുമ്പോൾ ആ കാര്യങ്ങൾ കൃത്യമായി തിരിച്ചറിയാനും പറയാനും നമുക്ക് സാധിക്കണം. നമസ്കാരത്തിൽ ഇമാമ് ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ കോട്ടുവായിടുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ ഉണ്ടാകരുത് പ്രിയപ്പെട്ടവരെ. അറിയണം, ആ ഖുർആനിൻ്റെ വരികളിലൂടെ കണ്ണും മനസ്സും സഞ്ചരിക്കണം. നിറഞ്ഞ കണ്ണുകളുമായി റബ്ബിൻ്റെ വചനങ്ങൾ കേട്ട് നിസ്കരിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കുണ്ടാകണം. വരാൻ പോകുന്നത് പരിശുദ്ധ ഖുർആനിൻ്റെ അവതരണത്തിൻ്റെ മാസമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫല്യസും. റമദാൻ മാസം, ആ റമദാൻ മാസത്തിന് ഇത്രമാത്രം പോരിശ നേടിക്കൊടുത്തത് എന്താണ്? ഉൻസില ഫീഹിൽ ഖുർആൻ. ആ മാസത്തിലാണ് പരിശുദ്ധ
ഖുർആനിന്റെ അവതരണം ഉണ്ടായത്. ഹുദല്ലിന്നാസ്, ഒന്നാമത്തത് ജനങ്ങൾക്ക് മാർഗദർശനമാണ്. വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, യഥാർത്ഥ മാർഗദർശനത്തിന്റെയും സത്യാസത്യ വിവേചനത്തിന്റെയും വ്യക്തത വരുത്തുന്ന ഒന്നാണ് പരിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വെക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, റമദാൻ വരുന്നതിന്റെ മുന്നേ നമ്മളൊരു ചെറിയ തീരുമാനം എടുക്കുക. എന്താണെന്നറിയോ? പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം ഒരാവർത്തിയെങ്കിലും മനസ്സിരുത്തി ഈ ഒരു മാസം കൊണ്ട് വായിച്ച് തീർക്കാൻ ഞാൻ തയ്യാറാകും. 2-ാം തീയതി ആയല്ലോ, മിക്കവാറും 1-ാം തീയതി റമദാൻ ആവുമല്ലോ. അപ്പൊ അതിന്റെ മുന്നേ ഒരാവർത്തിയെങ്കിലും പരിശുദ്ധ ഖുർആൻ അർത്ഥം സഹിതം ഒന്ന് വായിച്ചു തീർക്കാൻ. എന്നാൽ എന്താണെന്നറിയോ? നമ്മൾ റമദാനിൽ ഖുർആൻ ഓതാൻ തുടങ്ങുമ്പോൾ ഏകദേശമൊക്കെ അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ തുടങ്ങും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആൻ ഹൃദയത്തിന്റെ വസന്തങ്ങളാവുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ഒട്ടനവധി മാറ്റങ്ങൾ ഉണ്ടാക്കിയെങ്കിലും ആ ഖുർആൻ മനുഷ്യന്റെ ജീവിതത്തിലെ 4 തലങ്ങളിൽ ഉണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. അതിലൊന്നാമത്തത് മറ്റൊന്നുമല്ല, പരിശുദ്ധ ഖുർആൻ മനുഷ്യന്റെ വിശ്വാസ തലത്തിൽ ഉണ്ടാക്കിയ വിപ്ലവത്തെക്കുറിച്ചാണ് ഒന്നാമതായി സംസാരിക്കാനുള്ളത്. ആദ്യമായി ഖുർആൻ കൈവച്ച മേഖല വിശ്വാസമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 23 വർഷക്കാലത്തിൽ ഒന്നാമത്തെ 13 കൊല്ലം എവിടെയായിരുന്നു? മക്കയിലായിരുന്നു. ആ 13 കൊല്ലവും പ്രവാചകൻ പറഞ്ഞത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ബിംബത്തെ ആരാധിക്കല്ലേ, അള്ളാഹുവിൽ പങ്കു ചേർക്കല്ലേ, നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക എന്നതായിരുന്നു പ്രവാചക പ്രബോധനത്തിന്റെ 13 കൊല്ലത്തെ മുഖ്യ വിഷയം. ബാക്കിയുള്ള 10 കൊല്ലങ്ങളിലാണ് അഹ്കാമുകളിലും ശറഅകളിലുമുള്ള മഹാഭൂരിപക്ഷവും വരുന്നത്. ആദ്യത്തെ 13 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടികൊണ്ടതും നാടുകടത്തപ്പെട്ടതും ബഹിഷ്കരിക്കപ്പെട്ടതും കഴുത്തിന് മുണ്ട് മുറുക്കി കൊല്ലാൻ നോക്കപ്പെട്ടതും പാറക്കല്ല് തലയിലേക്ക് തള്ളിയിടാൻ നോക്കപ്പെട്ടതും എല്ലാം ശഅബ് അബൂ താലിബിന്റെ താഴ്വരയിൽ മാസങ്ങളോളം പട്ടിണിക്കിടപ്പെട്ടതുമെല്ലാം ഈ വിശ്വാസത്തിൽ പരിവർത്തനമുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കറകളഞ്ഞ വിശ്വാസത്തിന്റെ വക്താക്കളായി ജീവിക്കാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. എങ്ങനെയുള്ള വിശ്വാസമാണ് നമുക്ക് ഉണ്ടാകേണ്ടത്? പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നു. പരിശുദ്ധ ഖുർആനിൽ സൂറ ആൽ ഇംറാനിൽ സൂറ അൻആമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുകയാണ്. അല്ലദീന ആമനു വലം യൽബിസൂ ഈമാനഹും ബിദുൽം ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അവർ വിശ്വസിച്ചവരാണ്. വിശ്വസിക്കുക മാത്രമല്ല, ഒരു കാര്യം കൂടി അവരുടെ പ്രത്യേകതയാണെന്ത്? വലം യൽബിസൂ ഈമാനഹും ബിദുൽം. അവരുടെ വിശ്വാസത്തിൽ അവർ ദുൽമ കലർത്തിയിട്ടില്ല, അക്രമം കലർത്തിയിട്ടില്ല. ഉലൈക ലഹുമുൽ അംനു വഹും മുഹ്തദൂൻ. അവർക്കാകുന്നു നിർഭയത്വമുള്ളത്, അവർക്കാകുന്നു ശാന്തതയുള്ളത്, അവർക്കാകുന്നു ആശ്വാസമുള്ളത്. വഹും മുഹ്തദൂൻ. അവരാകുന്നു നിർമാർഗം പ്രാപിച്ച ആളുകൾ. എത്ര വ്യക്തമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് പ്രിയപ്പെട്ടവരെ. മുസ്ലിമായ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിർഭയത്വം അല്ലാഹു ഖുർആനിലൂടെ മുസ്ലിങ്ങളോട് കൽപ്പിക്കാൻ പറയുകയാണ്. ഖുൽ, പറയുക, ലൈ യുസീബനാ, ഞങ്ങളെ ബാധിക്കുകയില്ല. അത് ഖൈറാകട്ടെ ഷർറാകട്ടെ, സുഖമാകട്ടെ ദുഃഖമാകട്ടെ, രോഗമാകട്ടെ ആരോഗ്യമാകട്ടെ, ദാരിദ്ര്യമാകട്ടെ സമ്പന്നതയാകട്ടെ, സൗന്ദര്യമാകട്ടെ വൈരൂപ്യമാകട്ടെ, ഉയർച്ചയാകട്ടെ തകർച്ചയാകട്ടെ, എന്താകട്ടെ ഞങ്ങളെ ബാധിക്കുകയില്ല. ഇല്ലാ മാ കതബല്ലാഹു ലനാ, ഞങ്ങളുടെ റബ്ബ് ഞങ്ങൾക്ക് എഴുതിയതല്ലാതെ. ഹുവ മൗലാനാ, അവനാണ് ഞങ്ങളുടെ രക്ഷാധികാരി. ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും അതെല്ലാം റബ്ബിൽ നിന്നുള്ളതാണ്, അള്ളാഹുവിൽ നിന്നുള്ളതാണ്. എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഖൈർ വരണമെന്നുണ്ടെങ്കിൽ അതിന്റെ റബ്ബ് തീരുമാനിക്കേണ്ടതുണ്ട്. എന്റെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും ഷർറ് തടയപ്പെടേണ്ടതുണ്ടെങ്കിൽ അതിന്റെ റബ്ബ് തീരുമാനിക്കേണ്ടതുണ്ട്. എല്ലാ നമസ്കാരത്തിന് ശേഷവും നമ്മൾ പറയുന്ന ഒരു ദിക്റുണ്ടല്ലോ, അല്ലാഹുമ്മ, അല്ലാഹുവേ, ലാ മാനിയ ലിമാ അഅതൈത്, നീ തന്നതിനെ തടയാൻ ആരുമില്ല റബ്ബേ. വലാ മുഅതിയ ലിമാ മനഅത്, നീ തടഞ്ഞതിനെ തരാനും ആരുമില്ല അല്ലാഹ് എന്ന് എല്ലാ നമസ്കാരത്തിന് ശേഷവും പാരായണം ചെയ്യുന്നവരാണ് നമ്മൾ. അതുകൊണ്ട് പേടിക്കേണ്ടതാരെ? അള്ളാഹുവിനെ. പ്രതീക്ഷിക്കേണ്ടത് ആരിൽ നിന്ന്? അള്ളാഹുവിൽ നിന്ന്. ഈ ഒരു വിശ്വാസമാണ് പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ ഏറ്റവും വലിയ മാറ്റം.
നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഒരു ചരിത്രം. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജഹാലത്തിൽ ഇസ്ലാമൊക്കെ സ്വീകരിക്കുന്നതിന് ഒരുപാട് മുന്നേ അദ്ദേഹം ഒറ്റക്കൊരു യാത്ര പോവാൻ. ഉമർ റളിയല്ലാഹു അൻഹു നമ്മളൊക്കെ ചരിത്രം കേൾക്കാറുണ്ട്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുന്നേ വലിയ തെമ്മാടിയായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു ഒക്കെ കേൾക്കാറുണ്ട്. ഒരു പരിധി വരെ മാത്രമേ അതിൽ ശരിയുള്ളൂ കേട്ടോ. നമ്മൾ ഈ പറയുന്നത് പോലെ ഞാനൊക്കെ പണ്ടെൻ്റെ ഒരുപാട് പ്രസംഗങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെയാണ്, കൊലപാതകം നടത്തുന്ന, അതൊക്കെ ഒരുപാട് കെട്ടുകഥകളും മൗദൂആയ ഒരുപാട് സംഗതികളും ആ വിഷയത്തിലുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പം എന്തായാലും ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ജഹാലത്തിൽ ഒരു യാത്ര പോകുന്നു. ആ യാത്രയിൽ അദ്ദേഹത്തിനുണ്ടായ ചില അനുഭവങ്ങൾ പിൽക്കാലത്ത് അദ്ദേഹം ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം ആളുകളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അദ്ദേഹം ഒറ്റക്കൊരു സ്ഥലത്ത് ഇങ്ങനെ ഇരിക്കാൻ, അത് അമീറുൽ മുഅ്മിനീൻ ആയതിനു ശേഷം, ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം ഇരിക്കുന്ന സമയത്ത് ഉമർ ഇങ്ങനെ ചിന്തിച്ചിട്ട് പുഞ്ചിരിക്കാൻ തുടങ്ങി, ചിരിക്കാൻ തുടങ്ങി. ചിരി ഇങ്ങനെ മാറി, മുഖഭാവം ഇങ്ങനെ മാറി, മെല്ലെ അത് കരച്ചിലായി മാറാൻ തുടങ്ങി. പിന്നെ വീണ്ടും ചിരിക്കും, വീണ്ടും കരയും. ഇതിങ്ങനെ കരച്ചിലും ചിരിയും ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ കണ്ടു നിന്നവർക്ക് ബേജാറായി. കുറച്ച് ആളുകളൊക്കെ ഇങ്ങനെ ഉമറിനെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആളുകൾ എഴുന്നേറ്റിട്ട് ഉമറിന്റെ അടുത്ത് പോയിട്ട് ചോദിച്ചു, അല്ല എന്ത് പറ്റി അമീറുൽ മുഅ്മിനീൻ, നിങ്ങളിങ്ങനെ കുറേ നേരം കരയുന്നു, പിന്നെ കുറേ നേരം ചിരിക്കുന്നു, വീണ്ടും കുറേ നേരം കരയുന്നു, വീണ്ടും കുറേ നേരം ചിരിക്കുന്നു, എന്താണ് നിങ്ങൾക്ക് പറ്റിയതെന്ന് ചോദിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു അവരോട് പറയാണ്, ഒന്നുമില്ല, ഞാൻ പഴയ കാലത്തെ ഒരു യാത്ര ഒന്ന് ഓർമ്മിച്ചു പോയതാണ്. ആ യാത്രയാണിത്. ആ യാത്രയെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു വിവരിച്ചു കൊടുക്കാൻ, അന്ന് ഞാൻ യാത്ര പോകുമ്പോൾ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എൻ്റെ ഭാണ്ഡക്കെട്ടിൽ എടുത്തു വെച്ചിട്ടാണ് ഞാൻ യാത്ര പോയത്. അങ്ങനെ യാത്ര തുടർന്നു കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആരാധിക്കാനുള്ള സമയമായി. കൃത്യമായി ആരാധനകൾ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. എനിക്ക് ആരാധന നടത്താനുള്ള സമയമായപ്പോൾ ഞാൻ എൻ്റെ ഭാണ്ഡക്കെട്ട് പരിശോധിച്ചു. അതിൽ ഞാൻ എൻ്റെ വിഗ്രഹത്തെ, എൻ്റെ ദൈവത്തെ, എൻ്റെ പടച്ചോനെ ഞാൻ എടുത്തു വെക്കാൻ മറന്നിരിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? ഞാൻ ആകെ പ്രയാസത്തിലും വിഷമത്തിലുമായി. അപ്പോഴാണ് എൻ്റെ മനസ്സിലേക്ക് ഒരു ഐഡിയ വന്നത്, ഒരു പരിഹാരം വന്നത്. എന്താണ്? ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് കഴിക്കാൻ. അപ്പൊ ഈത്തപ്പഴം കഴിക്കുന്നതിന് പകരം എന്ത് ചെയ്യാം? തൽക്കാലം ഇപ്പൊ കഴിക്കണ്ടെന്ന് വെക്കാം. എന്നിട്ട് ഈത്തപ്പഴം എടുത്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് അത് കുഴച്ച് മാവ് പരുവത്തിലാക്കി. ഈത്തപ്പഴം ഒരു മാവിൻ്റെ പരുവത്തിലാക്കി. എന്നിട്ട് അദ്ദേഹം ആരാധിക്കുന്ന ദൈവത്തിൻ്റെ ബിംബത്തിൻ്റെ രൂപത്തിലേക്ക് ആ മാവിനെ കുഴച്ച് പരുവപ്പെടുത്തി. എന്നിട്ട് അതിൻ്റെ മുന്നിൽ വളരെ താഴ്മയോടുകൂടി, വിനയത്തോടുകൂടി ആരാധനകളും പ്രാർത്ഥനകളൊക്കെ നടത്തി. എന്നിട്ട് ഈ ഈത്തപ്പഴ ബിംബത്തിൻ്റെ അടുത്ത് ഭാണ്ഡത്തിൽ വെച്ച് അദ്ദേഹം വീണ്ടും യാത്ര തുടർന്നു. നേരെ ഇരുട്ടിയപ്പോൾ നല്ല വിശന്നപ്പോൾ ഭാണ്ഡം തുറന്നു നോക്കിയപ്പോൾ ആദ്യം കാണുന്നത് കുറച്ചു മുന്നേ ആരാധിച്ച് സങ്കടം പറഞ്ഞ ദൈവത്തിനെയാണ്. എടുത്തങ്ങോട്ട് കഴിച്ചു. ഭക്ഷണം വയറ് നിറയെ ആ ഈത്തപ്പഴ ബിംബത്തിനായിട്ട് കഴിച്ചു. ഉമർ പറഞ്ഞു, ഞാൻ ഈ ഒരു സംഭവം ഓർമ്മിച്ചിട്ടാണ് ചിരിച്ചത്. എന്തൊരു വിഡ്ഢിയായിരുന്നു ഞാൻ, എന്തൊരു വല്ലാത്തൊരു വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു ഞാൻ. എത്രമാത്രം മനസ്സിനെ ചിരിപ്പിക്കുന്ന തമാശയിൽ അധിഷ്ഠിതമായ ഒരു വിശ്വാസത്തിന്റെ ഉടമയായിരുന്നു ഞാൻ. അത് ഓർത്തിട്ടാണ് ഞാൻ ചിരിച്ചു പോയത്. അപ്പൊ നിങ്ങൾ കരഞ്ഞതോ? സഹാബത്ത് ചോദിക്കണം, അപ്പൊ നിങ്ങൾ കരഞ്ഞതോ? ഞാൻ കരഞ്ഞതോ? ആ വിശ്വാസത്തിലെങ്ങാനും ഞാൻ ഇന്നും കഴിഞ്ഞുകൂടുകയാണെങ്കിൽ, ആ വിശ്വാസത്തിലെങ്ങാനും ഞാൻ മരിച്ചു പോയിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ടാണ് ഞാൻ കരഞ്ഞു പോയത്. എൻ്റെ മുഖഭാവങ്ങൾ മാറി മറിഞ്ഞത്. ഒരേ നിമിഷത്തിൽ സുഖവും ദുഃഖവും ചിരിയും എൻ്റെ മുഖത്ത് മാറി മറിഞ്ഞത് ഈ രണ്ട് ചിന്തകൾ വന്നതുകൊണ്ടാണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ. പ്രിയപ്പെട്ടവരെ, ആലോചിച്ച് നോക്ക്. അവരവരുടെ പഴയകാല ജീവിതം അയവിറക്കാണ്. റിവായത്തുകളിൽ പല റിപ്പോർട്ടുകളിലും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ ഇശ്റാഖ് നിസ്കാരം കഴിഞ്ഞാൽ സുബഹി കഴിഞ്ഞിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ അവരങ്ങനെ പള്ളിയിലിരിക്കും. അദ്കാറുകളും ഖുർആൻ പാരായണങ്ങളും ദുആകളൊക്കെ ആയിട്ട് പള്ളിയിലിരുന്നിട്ട് അവസാനം ആ സമയത്ത് 2 റക്അത്ത് നമസ്കരിച്ച് സൂര്യൻ ഉദിച്ച അതിന്റെ ഒരു കുന്തത്തിന്റെ മുകളിൽ ഉയരുന്ന സമയമായി കഴിഞ്ഞാൽ അവർ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് പിന്നീട് അവരിരുന്നിട്ട് ഇങ്ങനെ തമാശ പറയുന്നതാണ്. അവരങ്ങനെ പഴയ കഥകളൊക്കെ പറയും. പഴയ ജഹാലത്തിലെ ആ കഥകളൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ചിരിക്കുമെന്നാണ്. എല്ലാവരും പൊട്ടിച്ചിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിക്കും. പ്രവാചകൻ തൻ്റെ വെളുത്ത പല്ല് പുറത്ത് കാണുമാറ് പുഞ്ചിരിക്കുമായിരുന്നു എന്ന് സ്വഹാബത്ത് പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. അവരൊക്കെ ആ വിശ്വാസത്തിൽ നിന്ന് കിട്ടിയ മാറ്റത്തെ ആസ്വദിക്കുന്നവരും അനുഭവിക്കുന്നവരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തിൽ നിന്ന് എന്തെന്നില്ലാത്ത നിർഭയത്വം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. എന്തെന്നില്ലാത്ത നിർഭയത്വം. ബദർ യുദ്ധത്തിന് വേണ്ടി പുറപ്പെട്ട ആ സ്വഹാബികൾ യഥാർത്ഥത്തിൽ പോയത് എന്തിനു വേണ്ടിയായിരുന്നു? നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ബദർ യുദ്ധത്തിലേക്ക് 300 ചില്ലാനം സ്വഹാബികൾ പോയല്ലോ. അവരെന്തിനു വേണ്ടിയാണ് പുറപ്പെട്ടു പോയത്? യുദ്ധത്തിന് പോയതാണോ? അല്ല, അവർ യുദ്ധത്തിന് പോയതല്ല. അബൂ സുഫിയാന്റെ കീഴിലുള്ള 40ഓളം വരുന്ന കച്ചവട സംഘത്തെ, 40 ആളുകൾ മാത്രമുള്ളൊരു കച്ചവട സംഘത്തെ തടയാൻ,
ഈ കച്ചവട സംഘം അവരുണ്ടാക്കിയ ലാഭം മുഴുവൻ ഇസ്ലാമിനെ തകർക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ തീരുമാനിച്ചു പോകുന്നവരാണ്. ഈ കച്ചവട സംഘത്തെ തടയാൻ വേണ്ടിയിട്ടാണ് 300 ചില്ലാനം സ്വഹാബികൾ പുറപ്പെടുന്നത്. അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല, അവരുടെ കയ്യിൽ ഒരുക്കങ്ങളില്ല, ഒന്നുമില്ല. അപ്പോഴാണ് ബദറിൽ എത്തിച്ചേരുമ്പോഴാണ് അള്ളാന്റെ റസൂലിന് അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹുവിന്റെ സന്ദേശം കിട്ടുന്നത്. എന്ത്? മക്കയിൽ നിന്ന് ഒരു വലിയ സൈന്യം പുറപ്പെട്ടിട്ടുണ്ട്, നേരിടുകയല്ലാതെ നിങ്ങൾക്കൊരു നിവൃത്തിയുമില്ല. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ 300 ചില്ലാനം അനുയായികളോട് പറയുന്നത്, മക്കയിൽ നിന്ന് ശത്രുക്കൾ പുറപ്പെട്ടിട്ടുണ്ട്, ആയിരക്കണക്കിന് പടയാളികളുണ്ട്, കാലാൾപ്പടയും കുതിരപ്പടയും ഒട്ടകപ്പടയുമുണ്ട്, സർവായുധ സജ്ജരായി അവർ നിങ്ങളെ ആക്രമിക്കാൻ വരുന്നു, ഉന്മൂലനം ചെയ്യാൻ വരുന്നു. എന്താണ് നാം ചെയ്യുക? മുഹാജിറുകൾ തൽക്ഷണത്തിൽ എഴുന്നേറ്റിട്ട് പറഞ്ഞു, എന്താണ് സംശയം റസൂലേ, ഞങ്ങളുണ്ട് അങ്ങയോടൊപ്പം. എന്തിനും അൻസാരികളുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വരുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ അൻസാറുകളിലേക്ക് തിരിഞ്ഞു ചോദിച്ചു, ജനങ്ങളെ, നിങ്ങളുടെ പ്രതികരണമാണ് വേണ്ടത്. മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് നിന്നു അൻസാരികളുടെ പ്രതിനിധിയായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അദ്ദേഹത്തിന്റെ ഉമ്മത്ത് പറഞ്ഞതുപോലെ ഞങ്ങൾ അങ്ങയോട് പറയില്ല കേട്ടോ. ആർത്തലക്കുന്ന കടലിന്റെ തിരമാലയിലേക്കാണ് അങ്ങ് ഞങ്ങളെ നയിക്കുന്നതെങ്കിലും ഒരു മടിയുമില്ലാതെ മനസ്സങ്കോചവുമില്ലാതെ അങ്ങയുടെ പിന്നാലെ വരാൻ ഞങ്ങൾ 100 വട്ടം തയ്യാർ, 100 വട്ടം തയ്യാർ. ഇനി ബർഖുൽ ഗിമാദിലേക്ക്, ചുട്ടുപൊള്ളുന്ന മരുഭൂമിയുടെ മണൽത്തരിയിലൂടെ ബർഖുൽ ഗിമാദിലേക്ക് നഗ്നപാതനായി അങ്ങ് കടന്നുപോയാൽ ഞങ്ങളുടെ കാലുകളിലുള്ള പാദരക്ഷകൾ അഴിച്ചു വെച്ച റസൂലേ, അങ്ങയെ പിന്തുടരാൻ ഞങ്ങൾ തയ്യാറാണെന്ന് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു പറയുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, കയ്യിലുള്ള ആയുധത്തിന്റെ ബലത്തിലോ കൂടെയുള്ള ആൾബലത്തിന്റെ ബലത്തിലോ അല്ല, മറിച്ച് ഹൃദയത്തിലേക്ക് സന്നിവേശിക്കപ്പെട്ട ഈമാനിന്റെ ബലത്തിലാണ്. ആ ഈമാനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറപ്പിച്ചു കൊടുത്തു. സൂറത്തു തൗബയിൽ, സൂറത്തുൽ അൻഫാൽ നമുക്ക് കാണാം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ, ഇദ് യുഗശീകുമുൻ നുആസ അമനതൻ മിൻ وينزل عليكم من السماء ماء ليطهركم به ويذهب عنكم رجز الشيطان وليربط على قلوبكم ويثبت به الأقدام. ബദറിന്റെ രാത്രി, ബദറിന്റെ രാവിൽ മുഅ്മിനീങ്ങളും മുശ്രിക്കീങ്ങളും തമ്മിൽ പോരാടുന്നതിന്റെ തൊട്ടുതലേ ദിവസം 2 കൂട്ടരും 2 ഭാഗത്ത് താവളമടിച്ചിരിക്കുകയാണ്. ആ ബദറിന്റെ ഭൂമിയിൽ വന്ന മുശ്രിക്കുകളുടെ താവളത്തിലില്ലാത്തൊരു പ്രത്യേകത മുഅ്മിനീങ്ങൾ തമ്പടിച്ച താവളത്തിൽ ഉണ്ടാവുകയാണ്. അവിടെ അതാ മഴ പെയ്യുകയാണ്. ആ മഴയിലൂടെ ഇളകിമറിഞ്ഞ മണ്ണിനെ അല്ലാഹു ഉറപ്പിക്കുകയാണ്. മാത്രമല്ല, ആ മഴ പെയ്യുന്ന സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് കിടന്നുറങ്ങുകയാണ്, ശാന്തമായി ഉറങ്ങുകയാണ്, അല്ലലില്ലാതെ ഉറങ്ങുകയാണ്. അവിടെ ഉറങ്ങാതെ നിന്നത് അല്ലാഹുവിന്റെ റസൂൽ മാത്രമാണ്, പ്രവാചകൻ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർന്നിരുന്നു കൊണ്ട് റബ്ബിനോട് പ്രാർത്ഥിച്ചു, യാ അല്ലാഹ്, നാളെ നടക്കാൻ പോകുന്ന പോരാട്ടത്തിൽ ഈ ചെറുസംഘമെങ്ങാനും നശിപ്പിക്കപ്പെടുകയാണെങ്കിൽ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു വിഭാഗം ഈ ദുനിയാവിൽ ഇനി ഉണ്ടാവില്ല റബ്ബേ. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന്റെ മുന്നിൽ അള്ളാന്റെ റസൂൽ സുജൂദിൽ അങ്ങനെ കിടക്കുകയാണ്. അള്ളാന്റെ റസൂലിന്റെ കൂടെയുള്ള സഹാബികൾ ആ സമയത്ത് പോലും അനുഭവിച്ച ശാന്തതയുണ്ടല്ലോ, സമാധാനമുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ. മുഅ്മിനീങ്ങളുടെ മനസ്സിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് സന്ദർഭത്തിലും ഇട്ടുകൊടുക്കുന്ന സക്കീനത്താണ്. അത് വിശ്വാസം യഥാർത്ഥമായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഉഹുദ് യുദ്ധം കഴിഞ്ഞ് വലിയ നഷ്ടം സംഭവിച്ച് മദീനയിലേക്ക് തിരിച്ചുപോയ സ്വഹാബികളിൽ പല ആൾക്കും വല്ലാത്ത ദണ്ഡമുണ്ടായി, വേദനയുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താണ്? വലാ തഹിനൂ ഫിബ്തിഗാഇൽ ഖൗം ഇൻ തകൂനൂ തഅലമൂന ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ വകാന അല്ലാഹു അലീമൻ ഹകീമാ. നിങ്ങൾ വേദനിക്കരുത്,
വലാ തഹിനൂ ഫി ഇബ്തിഗാഇൽ ഖൗം. ഒരു വിഭാഗത്തെ ആലോചിച്ച് നിങ്ങൾ വേദനിക്കരുത്, പ്രയാസപ്പെടരുത്. ഇൻ തകൂനൂ തഅലമൂൻ, നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ, ഫഇന്നഹും യഅലമൂന കമാ തഅലമൂൻ, നിങ്ങൾ ഈ പ്രയാസപ്പെടുന്നത് പോലെ, നിങ്ങൾ ഈ വേദനിക്കുന്നത് പോലെ നിങ്ങളോട് പോരാടിയ നിങ്ങളുടെ ശത്രു വിഭാഗവും വേദനിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവർക്കില്ലാത്തൊരു പ്രത്യേകത നിങ്ങൾക്കുണ്ട്. എന്താണത്? വതർജൂന മിനല്ലാഹി മാ ലാ യർജൂൻ, അവർ അല്ലാഹുവിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത പലതും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അല്ലാഹുവിൽ റജാ ഉണ്ട്, അല്ലാഹുവിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. അതവർക്കില്ല. മുഅ്മിനീങ്ങളും മുശ്രിക്കുകളും കാഫിറുകളും തമ്മിലുള്ള വ്യത്യാസവും അത് തന്നെയാണ് പ്രിയപ്പെട്ടവരെ. ഈ ദുനിയാവിൽ എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ടാലും, ആരോഗ്യം മുഴുവൻ നഷ്ടപ്പെട്ടാലും, കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടാലും, സമ്പാദിച്ചു വച്ച മുഴുവനും ആരെങ്കിലും തട്ടിയെടുത്തു കൊണ്ടുപോയാലും ഈ ദുനിയാവോടുകൂടി ജീവിതം അവസാനിക്കുന്നില്ല. എന്റെ റബ്ബ് എന്നോടൊപ്പമുണ്ട്, എന്റെ രക്ഷിതാവ് എന്നോടൊപ്പമുണ്ട് എന്നുള്ള ചിന്ത ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാക്കുന്ന സമാധാനം ചെറുതല്ല പ്രിയപ്പെട്ടവരെ. ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാക്കുന്ന ശാന്തിയും സമാശ്വാസവും ചെറുതല്ല. ഈ വിശ്വാസമാണ് പരിശുദ്ധ ഖുർആൻ ഒന്നാമതായി നൽകിയ സമ്മാനം എന്ന് പറയുന്നത്. സൂറത്തു ആല ഇംറാനിൽ അല്ലാഹു പറയുന്നുണ്ട്, അല്ലദീന ഖാല ലഹുമുന്നാസ്, ജനങ്ങൾ അവരോട് പറഞ്ഞാൽ, ആരോട് പറഞ്ഞാൽ? വിശ്വാസികളോട് പറഞ്ഞാൽ, മുഅ്മിനീങ്ങളോട് പറഞ്ഞാൽ. എന്ത് പറഞ്ഞാൽ? ഇന്നന്നാസ ഖദ് ജമഊ ലക്കും, നിങ്ങൾക്കെതിരെ ജനങ്ങളിതാ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നിങ്ങളിതാ ആക്രമിക്കപ്പെടാൻ പോകുകയാണ്, നിങ്ങളിതാ ഉന്മൂലനം ചെയ്യപ്പെടാൻ പോകുകയാണെന്ന് അവരോട് പറഞ്ഞാൽ, ഫഖ്ശൗഹും, അതുകൊണ്ട് ഭയപ്പെട്ടുകൊള്ളുക, സമാധാനം ഇവിടെ തീരുകയാണെന്ന്, അവസാനിക്കുകയാണെന്ന് അവരോട് പറഞ്ഞാൽ അവരുടെ പ്രതികരണം എന്താണ്? ഫസാദഹും ഈമാനാ, അവരുടെ ഈമാനത വർദ്ധിക്കുകയാണ്. വഖാലു, എന്നിട്ട് അവർ പറയുകയാണ്, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പടച്ചോൻ മതിയായവനാണ്, എല്ലാ കാര്യങ്ങളും ബരമേൽപ്പിക്കാൻ ഞങ്ങളുടെ റബ്ബ് മതിയായവനാണ് എന്നവർ പറയുമെന്നാണ്. ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ, ഒരു വിശ്വാസിക്കല്ലാതെ ആർക്കാണ് ഇത്രയും ധൈര്യം കിട്ടുക? സലാഹുദ്ദീൻ അയ്യൂബിയോട് ഒരു ചരിത്രം പറയാറുണ്ട്. കുരിശ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ഈ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രാത്രിയായപ്പോ ഈ രാത്രിയുടെ നിശബ്ദതയെ മുതലാക്കിക്കൊണ്ട് കുരിശ് യുദ്ധത്തിൽ പങ്കെടുത്തിരുന്ന പുരോഹിതന്മാർ അവിടെ ഉണ്ടായിരുന്ന പടയാളികളെ പല കഥകളും പറഞ്ഞിട്ട്, ചരിത്രം പറഞ്ഞിട്ട് ഇങ്ങനെ ആവേശം കൊള്ളിക്കാൻ തുടങ്ങി. ആ സമയം സലാഹുദ്ദീൻ അയ്യൂബി റഹിമഹുല്ല അദ്ദേഹം ചെയ്തത് ഇതുപോലെ ചരിത്രവും കഥയും പറഞ്ഞ് ആവേശം കൊള്ളിക്കുകയല്ല. അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അദ്ദേഹത്തിന്റെ ഗനഗംഭീരമായ ശബ്ദം മുസ്ലിം പടയാളികളുടെ കർണപുടത്തിലേക്ക് പതിച്ചു. അവരത് ഏറ്റുപറഞ്ഞു, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. കടൽക്കരയിലാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കടലിന്റെ ആർത്തിരമ്പുന്ന തിരമാലകളുടെ ശബ്ദത്തെ ഭേദിച്ചുകൊണ്ട് ഉമ്മത്തിന്റെ ഹസ്ബുനല്ലാ എന്ന ശബ്ദം ഉയരാൻ തുടങ്ങി. ആ ശബ്ദത്തിൽ ഭയപ്പെട്ടുപോയി കുരിശ് യുദ്ധത്തിന്റെ പടയാളികൾ. അവര് ഭയപ്പെട്ടുപോയി ഈ ഒരു ശബ്ദത്തിൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ ഹസ്ബുനല്ലാ എന്ന വചനം എത്രമാത്രം ശക്തിയും സ്ഥൈര്യവും ഒരു മുസ്ലിമിന്റെ മനസ്സിൽ തരുമെന്ന് നാം ആലോചിക്കേണ്ടതുണ്ട്. ഇത് വിശ്വാസം കൊണ്ട് മാത്രം. നിങ്ങളൊരു ചരിത്രം കേട്ടിട്ടുണ്ടാവുമല്ലോ, മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ ആദ്യമായി വിശ്വസിക്കുന്ന വിശ്വാസികൾ ആരാണ്? സാഹിര്യങ്ങളാണ്, മരണക്കാരാണ്, മാജിക് കാണിക്കുന്നവരാണ്. അവരെന്തിനാണ് വന്നത് യഥാർത്ഥത്തിൽ? ആ ചരിത്രം സൂറത്ത് ആറാഫിൽ അല്ലാഹു ഇങ്ങനെ വളരെ സുന്ദരമായി വിവരിക്കുന്നുണ്ട്. എന്ത് രസാന്നറിയോ പരിശുദ്ധ ഖുർആനിന്റെ കഥാവിവരണങ്ങൾ. നമ്മളൊന്ന് ശരിക്കു പറഞ്ഞാൽ, നമ്മൾ ഈ സ്റ്റാറ്റസിലൊക്കെ ഖുർആനിന്റെ ആയത്തുകൾ വരുമ്പോൾ പലപ്പോഴും നമ്മളത് നോക്കാറില്ല എന്നതാണ് സത്യം. പക്ഷെ നിങ്ങളൊന്ന് നോക്ക്, ആ ആയത്തിന്റെ പാരായണം കേട്ട് അതിന്റെ അർത്ഥത്തിന്റെ വരികളിലൂടെ നിങ്ങളൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ ഇത്രയും ആകർഷകമായ മറ്റൊന്നും നമുക്ക് ജീവിതത്തിൽ കാണാൻ കഴിയില്ല എന്നതാണ് സത്യം. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം അള്ളാഹു വിവരിക്കുന്നത്, മൂസാ നബിയോട് അള്ളാഹു പറയാണ്, ഇദ്ഹബ് ഇലാ ഫിർഔന ഇന്നഹു ത്വഗാ, ഫിർഔന്റെ അടുത്തേക്ക് പോ, അവൻ അതിക്രമിച്ചിരിക്കുന്നു, അവൻ അതിര് കടന്നിരിക്കുന്നു. എന്നിട്ട് അവനോട് ചോദിക്കുക, ഹല്ലക ഇലാ അൻ തസക്ക വഅഹ്ദിയക ഇലാ റബ്ബിക ഫതഖ്ശാ, നീ നന്നാവാൻ തയ്യാറുണ്ടോ?
നേർമാർഗം സ്വീകരിക്കാൻ തയ്യാറുണ്ടോ? ഭയപ്പെടാൻ തയ്യാറുണ്ടോ എന്നൊക്കെ മൂസാ നബി ചോദിച്ചു. ഫഅറാഹുൽ ആയത്തൽ കുബ്ര, വലിയ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തു. എന്തായിരുന്നു അവന്റെ പ്രതികരണം? ഫകദ്ദബ വഅസ്വാ ثم أدبر يسعى فحشر فنادى فقال أنا ربكم الأعلى. നിഷേധിച്ചു, അനുസരണക്കേട് കാണിച്ചു, പിന്തിരിഞ്ഞു, കോപ്പുകൂട്ടി. എന്നിട്ട് അവന്റെ അനുയായികളെ വിളിച്ചു, എന്നിട്ട് പ്രഖ്യാപിച്ചു അന റബ്ബുക്കുമുൽ അഅ്ലാ, ഞാനാണ് ഉന്നതനായ രക്ഷിതാവെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. എന്നിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അള്ളാഹു നൽകിയ ദൃഷ്ടാന്തത്തെ തോൽപ്പിക്കാനുള്ള പണിയാണ് പിന്നീട് ഫിറഔൻ എടുക്കുന്നത്. ഇതിനെങ്ങനെ തോൽപ്പിക്കാം, ഇതുകൊണ്ട് ആളുകളെ സ്വാധീനിക്കുന്നത് എങ്ങനെ തടയാം എന്നതാണ് പിന്നെ ഫിറഔൻ ചിന്തിക്കുന്നത്. എന്നിട്ട് അത് ചെയ്തത് നാടിൻ്റെ തൻ്റെ സാമ്രാജ്യത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള അതിവിദഗ്ധരായ കൺകെട്ടു വിദ്യക്കാരെ, മാരണക്കാരെ മുഴുവൻ ഒരു സ്ഥലത്തേക്ക് വിളിച്ചു കൊണ്ടുവന്നു. എന്നിട്ട് മൂസാ അലൈഹി വസ്സലാമിനെയും അവിടേക്ക് കൊണ്ടുപോയി. അവർ തമ്മിലൊരു മത്സരം. ഫിറഔന്റെ വിചാരം എന്താണ്? മൂസാ നബി കാണിക്കുന്നത് ഇവർ കാണിക്കുന്നത് പോലെയുള്ള തട്ടിപ്പാണ് എന്നാണ്. ഇവർ കാണിക്കുന്നത് പോലെയുള്ള കൺകെട്ടു വിദ്യയാണ് മൂസാ നബി കാണിക്കുന്നത് എന്നാണ് ഫിറഔന്റെ വിചാരം. അങ്ങനെ സാഹിര്യങ്ങൾ വന്നു. സാഹിര്യങ്ങൾക്കറിയാം എന്താണ് സിഹ്ർ, ആ കൺകെട്ട് വിദ്യ എന്താണ്, എങ്ങനെയാണ് ജനങ്ങളെ പറ്റിക്കുന്നത്, എങ്ങനെയാണ് ഈ തോന്നലുകൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ സാഹിര്യങ്ങൾക്ക് അറിയാം. കാരണം അവർ ആ പണിയെടുക്കുന്നവരാണല്ലോ. അങ്ങനെ അവർ വന്നു മൂസാ നബിയോട് ചോദിച്ചു, ആരപ്പ തുടങ്ങുന്നത്? നീ തുടങ്ങണോ അല്ല ഞങ്ങൾ തുടങ്ങണോ? മൂസാ നബി പറഞ്ഞു, അൽഖൗ, നിങ്ങൾ തുടങ്ങൂ. فإذا هي حبالهم وعصيهم يخيل إليه من سحرهم أنها تسعى. അവരിങ്ങനെ വടികളും കയറുകളൊക്കെ താഴെ കിട്ടപ്പോ മൂസാ നബിയുടെ വടി പാമ്പായി മാറിയതുപോലെ അവരുടെ വടിയും പാമ്പായി മാറി, അവരുടെ കയറുകളും പാമ്പായി മാറി. فأوجس في نفسه خيفة موسى. മൂസാ നബി പേടിച്ചുപോയി. മൂസാ നബി ബേജാറായിപ്പോയി. എന്തു ചെയ്യും? ഇതാണല്ലോ പടച്ചോൻ കാണിച്ച ദൃഷ്ടാന്തം, ഇതന്നാണല്ലോ ഇവരും കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരത്ഭുതം! അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ തഖഫ് ഇന്നക അൻതൽ അഅ്ലാ വഅൽഖി മാ ഫീ യമീനിക തൽഖഫ് മാ സനഉ ഇന്നമാ സനഉ കൈദു സാഹിർ വലാ യുഫ്ലിഹു സാഹിറു ഹൈതു അതാ. പേടിക്കരുത്, ഭയപ്പെടരുത്. അങ്ങയുടെ വലത് കൈയിലുള്ളത് താഴേക്കിട്ടുകൊള്ളുക. അവരീ കാണിക്കുന്ന തട്ടിപ്പുകളെ മുഴുവൻ അത് വിഴുങ്ങിക്കളയുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കയ്യിലുള്ള വടി അങ്ങോട്ട് താഴേക്കിടുകയാണ്. ആ നിമിഷം ആരും ഞെട്ടിയില്ല. സാഹിരീങ്ങൾ ഞെട്ടി. നാട്ടുകാരുടെ കണ്ണിൽ രണ്ടും ഒരുപോലെയാണ്, ഫിറഔനിന്റെ കണ്ണിലും രണ്ടും ഒരുപോലെയാണ്, ആ ഫിറഔനിന്റെ ദർബാറിലുള്ള പ്രമാണിമാരുടെ കണ്ണിലും രണ്ടും ഒരുപോലെയാണ്. എന്നാൽ മാരണം എന്താണെന്നറിയുന്ന, കൺകെട്ട് വിദ്യ എന്താണെന്നറിയുന്ന, ജനങ്ങളെ പറ്റിക്കുന്നത് എന്താണെന്നറിയുന്ന സാഹിര്യങ്ങളുടെ കണ്ണിൽ രണ്ടും ഒരുപോലെയല്ല. ആ നിമിഷം അവർ മനസ്സിലാക്കുകയാണ്, ഇത് സിഹറല്ല, ഇത് മാരണമല്ല, ഇത് കൺകെട്ട് വിദ്യയല്ല, ഇത് മാജിക്കൽ എന്നവരതാ നിമിഷം മനസ്സിലാക്കുകയാണ്. പ്രതികരണം ഉണ്ടായത് എന്താണ്? ആ സാഹിര്യങ്ങളതാ, ആ സഹറത്തതാ സുജൂദിലേക്ക് വീഴുകയാണ്. ഖാലു, ആ സുജൂദിൽ അവരെന്നിട്ട് പറയുന്നത് എന്താണ്? ആമന്നാ ബിറബ്ബിൽ ആലമീൻ, ലോകത്തിന്റെ രക്ഷിതാവിൽ ഞങ്ങൾ ഇതാ വിശ്വസിച്ചിരിക്കുകയാണ്. എന്നിട്ട് അവരൊന്നുകൂടി സ്പെസിഫൈ ചെയ്യുകയാണ്, ഏതാണ് ആ ലോകത്തിന്റെ രക്ഷിതാവ്? റബ്ബി മൂസ വ ഹാറൂൻ, മൂസയുടെയും ഹാറൂനിന്റെയും രക്ഷിതാവിൽ ഞങ്ങൾ ഇതാ വിശ്വസിക്കുകയാണ്. വിശ്വാസം അങ്ങോട്ട് പ്രഖ്യാപിച്ചു. കുറച്ചു മുമ്പ് ഈ മത്സരത്തിന് വന്നപ്പോ അവർ ഫിറഔനെ കാണാൻ പോയിരുന്നു. ഫിറഔനിന്റെ സിംഹാസനത്തിന്റെ മുന്നിലിരുന്നിട്ട് അവർ ചോദിച്ചിരുന്നു, ഞങ്ങളിതിൽ വിജയിക്കുകയാണെങ്കിൽ, ഞങ്ങളിതിൽ അവനെ മൂസയെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ ഞങ്ങൾക്കങ്ങ് പാരിതോഷികങ്ങൾ തരൂലേ? അപ്പൊ ഫിറഔൻ പറഞ്ഞതറിയോ? പാരിതോഷികമൊന്നല്ല, പിന്നെ നിങ്ങൾ എൻ്റെ സമീപസ്ഥരായിരിക്കും, നിങ്ങൾ എൻ്റെ സ്വന്തക്കാരായിരിക്കും. ആ കാലഘട്ടത്തിൽ ഏറ്റവും വലിയ സാമ്രാജ്യമാണ് ഈജിപ്ഷ്യൻ സാമ്രാജ്യം, ഫറോവ ചക്രവർത്തിമാരുടെ കീഴിലുള്ള. ആ ഫറോവ ചക്രവർത്തിയുടെ സ്വന്തക്കാരായി തീരുക എന്ന് പറഞ്ഞാൽ അതിനോളം വലിയ പ്രസ്റ്റേജ് വേറൊന്നുമില്ല. അതാണ് അവർക്ക് കിട്ടാൻ പോകുന്നത്. ഓക്കാനിച്ചു നിന്ന് പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് അവർ ഈ പറയുന്ന മാരണത്തിന്റെ മത്സരത്തിലേക്ക് വരുന്നത്. പക്ഷേ ആ മത്സരം കഴിഞ്ഞപ്പോ, ആ സത്യമറിഞ്ഞപ്പോ,
അള്ളാഹുവിന്റെ മുഅ്ജിസത്ത് നേരിൽ കണ്ടപ്പോ, അടിവരയിട്ട് മനസ്സിലാക്കണേ, അള്ളാഹുവിന്റെ മുഅ്ജിസത്ത്, അള്ളാഹു ഈ പ്രവാചകൻ മൂസാ നബിക്ക് നൽകിയ മുഅ്ജിസത്ത് നേരിട്ട് കണ്ടപ്പോ, ആ മുഅ്ജിസത്ത് അവർക്ക് മനസ്സിലായപ്പോ, എന്തുകൊണ്ടാ ബാക്കിയുള്ള ആളുകളൊന്നും സുജൂദ് ചെയ്യാതിരുന്നത്? ഉറങ്ങുന്നവർ. മൂസാ നബിയോട് മത്സരിച്ച സാഹിര്യങ്ങൾ മാത്രമാണ് അന്ന് സുജൂദിലേക്ക് വീണത്. എന്തുകൊണ്ടാ ബാക്കിയുള്ളവർക്ക് സുജൂദിലേക്ക് വീഴാനുള്ള മനസ്സിലാതിരുന്നത്? ആ മുഅ്ജിസത്ത് മനസ്സിലാക്കാനുള്ള അറിവും വിവരവും അവർക്കില്ലായിരുന്നു എന്നതാണ്. എന്തുകൊണ്ടാണ് ഖുർആൻ കേൾക്കുമ്പോൾ നമ്മൾ കരയാത്തത്? എന്തുകൊണ്ടാണ് ഖുർആൻ കേൾക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ മാറ്റമില്ലാത്തത്? ആ മുഅ്ജിസത്ത് മനസ്സിലാക്കാനുള്ള ഭാഷാപരമായ അറിവ് നമുക്കില്ലാതെ പോയി എന്നതാണ്. രണ്ടും സമമാണ്. എന്നിട്ട് ഈ സാഹിര്യങ്ങൾ സുജൂദ് ചെയ്തപ്പോ ഫിറഔൻ വന്നു. എന്നിട്ട് പറഞ്ഞു, അമൻതും ബിഹി ഖബ്ല അൻ ആദന ലക്കും, ഞാൻ സമ്മതം തരുന്നതിന് മുമ്പ് നിങ്ങൾ വിശ്വസിക്കേ. ഇന്ന ഹാദാ ലമക്റും മകർതുമൂഹു ഫിൽ മദീനതി ലിതുഖ്രിജൂ മിൻഹാ അഹ്ലഹാ ഫസൗഫ തഅലമൂൻ. ഈ നാടിന്റെ യഥാർത്ഥ അവകാശികളെ പുറത്താക്കുന്നതിനു വേണ്ടി നിങ്ങൾ ഇവിടെ നടത്തിയ ഗൂഢാലോചനയാണ് ഇത്. വെറുതെ വിടൂല ഞാൻ ഒറ്റെണ്ണത്തിനെയും. ലഉഖത്തു ഐദിയകും വഅർജുലകും മിൻ ഖിലാഫ് സുമ്മ ലഉസല്ലിബന്നകും അജ്മഈൻ. കൈയും കാലും ഞാൻ വിപരീത ദിശയിൽ നിന്ന് വെട്ടിക്കളയും. ഇടത്തെ കാലും വെട്ടും വലത്തെ കൈയും വെട്ടും, അല്ലെങ്കിൽ വലത്തെ കൈയും വെട്ടും ഇടത്തെ കാലും വെട്ടും. ഈ രീതിയിൽ ഞാൻ നിങ്ങളെ ക്രൂശിച്ചു കളയും, എന്നിട്ട് കുരിശിൽ തറച്ച് ഞാൻ കൊല്ലും. സുബ്ഹാനല്ലാഹ്, ഭീഷണിയാണ്, വെറുതെ പറഞ്ഞതല്ല. ഫിറഔനാണ് ഈ ലോകത്ത് ആദ്യമായി കുരിശിൽ തറച്ചുള്ള കൊലപാതകം തുടങ്ങിയത്, വധശിക്ഷ തുടങ്ങിയത് എന്ന് ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. കൊല്ലാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആ സമയത്ത് സാഹിര്യങ്ങളുടെ മറുപടിയാണ്, പുതുവിശ്വാസികളുടെ മറുപടിയാണ്. വിശ്വാസം സ്വീകരിച്ചിട്ട് അവിടെ വളരെ കുറച്ച് സമയം മാത്രമേ ആയിട്ടുള്ളൂ, പക്ഷെ അവരുടെ മറുപടി പ്രിയപ്പെട്ടവരെ നമ്മെ ഞെട്ടിക്കുന്നതാണ്. എന്താണ് അവരുടെ മറുപടി? വമാ തൻഖിമു മിന്നാ ഇല്ലാ അൻ ആമന്നാ ബിആയാതി റബ്ബിനാ ലമ്മാ ജാഅത്നാ റബ്ബനാ അഫ്രിഗ് അലൈനാ സബ്റാ വതവഫനാ മുസ്ലിമീൻ. ഞങ്ങൾ ചെയ്ത തെറ്റെന്താണ്? ഞങ്ങൾ ചെയ്ത വൃത്തികേട് എന്താണ്? അപരാധം എന്താണ്? ഞങ്ങളിലേക്ക് ഞങ്ങളുടെ റബ്ബിന്റെ ദൃഷ്ടാന്തം വന്നെത്തിയപ്പോ അതിൽ വിശ്വസിച്ചു എന്നതല്ലാതെ ഒരു അബദ്ധവും ഞങ്ങൾ ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ട് അവരുടെ റബ്ബിനോട് അവർ പറയുകയാണ്, അല്ലാഹുവിനോട് പറയുകയാണ്, റബ്ബനാ, ഞങ്ങളുടെ രക്ഷിതാവേ, അഫ്രിഗ് അലൈനാ സബ്റാ, ഞങ്ങളിലേക്ക് നീ ക്ഷമയെ ചൊരിഞ്ഞു തരണേ റബ്ബേ, വതവഫനാ മുസ്ലിമീൻ, ഞങ്ങളെ മുസ്ലിങ്ങളായി കൊണ്ട് മരണപ്പെടുത്തുകയും ചെയ്യണേ. അവിടെ വെച്ച് അള്ളാഹുവിനോട് അവർ പ്രാർത്ഥിക്കാൻ, മരിക്കാൻ തയ്യാറായി, സെക്കൻഡ് കൊണ്ട് മരിക്കാൻ തയ്യാറായി. അവർ റെഡിയായി. അതിന് കൊല്ലുന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണ്, വിശ്വാസം ഒഴിവാക്കാൻ തയ്യാറല്ല. എന്നാൽ അവർ ഫിറഔനോട് പറയുന്ന ഒരു വർത്താനുണ്ട്, ഖാലു ലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത് ഫഖ്ദി മാ അൻത ഖാദ് ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തി ദുനിയ. വിശ്വാസം നൽകുന്ന ആ ഒരു നിർഭയത്വത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ എല്ലാ വേദികളിലും പറയുന്ന ഒരു ആയത്താണ് പ്രിയപ്പെട്ടവരെ ഇത്. ഖാലു, അവർ പറഞ്ഞു, ലൻ നുസിറക അലാ മാ ജാഅനാ മിനൽ ബയ്യിനാത്ത്, നിനക്ക് പറ്റുന്നതൊക്കെ നീ ചെയ്തോ, ഞങ്ങൾക്ക് ഈ വന്നു കിട്ടിയ ഈ ഒരു വ്യക്തതയുണ്ടല്ലോ, അതിനേക്കാൾ വലുതല്ല നീ പറയുന്ന ഈ ഭീഷണിയും, നിന്റെ വധഭീഷണിയും, നിന്റെ ആയുധങ്ങളും, നിന്റെ അധികാരമൊന്നും ഈ വന്നെത്തിയ വ്യക്തതയേക്കാൾ വലുതല്ല. ഫഖ്ദി മാ അൻത ഖാദ്, നീ വിധിച്ചോളൂ, ഇവിടെ നിനക്ക് എന്തും വിധിക്കാലോ, എന്ത് തോന്നിവാസവും നിനക്ക് ഇവിടെ വിധിക്കാലോ. ഫിറഔനെ ഒന്ന് നീ ഓർത്തു വെച്ചോ, ഇന്നമാ തഖ്ദി ഹാദിഹിൽ ഹയാത്തി ദുനിയ, ഈ ദുനിയാവിൽ മാത്രമേ വിധിക്കാൻ നിന്നെ കൊണ്ട് പറ്റുകയുള്ളൂ. ജീവൻ ശരീരത്തിൽ നിന്ന് വെടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിന്നെ കൊണ്ടൊരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ തങ്ങളുടെ വിശ്വാസം പ്രഖ്യാപിച്ച ആ മനുഷ്യരുണ്ടല്ലോ. എന്തിനു വേണ്ടിയാണ് ഖുർആൻ ഈ കഥകളൊക്കെ പറയുന്നത്? അതിൻ്റെ വായനക്കാർക്ക്, അതിൻ്റെ അനുയായികൾക്ക് ഈ ഈമാനിന്റെ നിർഭയത്വം മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്നതിന് വേണ്ടിയാണ്, ആ നിർഭയത്വത്തിലേക്ക് അവരെ എത്തിക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ടല്ലോ, അല്ലാഹു പറയാൻ, വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും, ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സാബിരീൻ. വിശപ്പ് കൊണ്ട് പരീക്ഷിക്കും, ഭയം കൊണ്ട് പരീക്ഷിക്കും, ആൾനഷ്ടം കൊണ്ട് പരീക്ഷിക്കും, ധനനഷ്ടം കൊണ്ട് പരീക്ഷിക്കും, കൃഷിനാശം കൊണ്ട് പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്കാകുന്നു സന്തോഷ വാർത്ത.
ആരാണ് ഈ ക്ഷമാലുക്കൾ? അവരെ കുറിച്ച് കൂടി പറയുകയാണ്, അല്ലദീന ഇദാ അസാബത്തുഹും മുസീബ, അവർക്കൊരു ബുദ്ധിമുട്ട് ബാധിച്ചാൽ, അവർക്കൊരു പ്രയാസം ബാധിച്ചാൽ, ഖാലു, അവര് പറയുന്നതാണ്, ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അവങ്കലേക്ക് മടക്കപ്പെടുകയും ചെയ്യുന്നവരാണ്. വല്ലാത്തൊരു വാക്കാണ് പ്രിയപ്പെട്ടവരെ. ഉമയ്യത്തിന്റെ ചാട്ടവാറടി കൊണ്ട സമയത്തും അഹദി അഹദി എന്ന വചനം ബിലാലിന് ഉരുവിടാൻ സാധിച്ചത് മനസ്സിൽ ഈ ഒരു വികാരമുള്ളത് കൊണ്ടാണ്. എത്ര തന്നെ അടി കിട്ടിയാലും ഞാൻ അള്ളാഹുവിനുള്ളവനാണ്, ഞാൻ ഈ അടി കൊള്ളുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാണ്, എന്റെ രക്ഷിതാവിന് വേണ്ടിയാണ്. ഓരോ പ്രയാസങ്ങളും ആസ്വദിക്കാൻ കഴിയും പ്രിയപ്പെട്ടവരെ. റമദാനാണല്ലോ വരാൻ പോകുന്നത്. റമദാൻ മാസം അത്യാവശ്യം നല്ല ചൂടുമുണ്ടാകും. വേനൽക്കാലത്താണ് പരിശുദ്ധ റമദാൻ വരാൻ പോകുന്നത്. പല ആളുകളും ജോലി ചെയ്യുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, സൂര്യന്റെ ചൂടേറ്റുകൊണ്ട് ശരീരത്തിലെ ജലാംശം മുഴുവൻ നഷ്ടപ്പെട്ട് നിങ്ങൾ ദാഹിക്കുന്ന സമയം, ഞാൻ ഈ ദാഹിക്കുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാണ്, ഞാൻ ഈ ദാഹിക്കുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാണ്, ഞാൻ ഈ വിശക്കുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാണ്. നോമ്പെടുത്താൽ പല ആളുകൾക്കും തലവേദന ഉണ്ടാകാറുണ്ട്. ആ സമയത്തൊന്ന് ആലോചിച്ചു നോക്കുക, ഞാൻ ഈ തലവേദന സഹിക്കുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാണ്, ഞാൻ ഈ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത് എന്റെ റബ്ബിന് വേണ്ടിയാണ്, രക്ഷിതാവിന് വേണ്ടിയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ വാക്ക് നിങ്ങൾ അടിവരയിട്ടൊന്ന് മനസ്സിലാക്കണേ. വരാൻ പോകുന്ന റമദാൻ മാസത്തിന്റെ ഉഷ്ണസമയത്തുള്ള നോമ്പിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോ ഇതെന്റെ റബ്ബിന് വേണ്ടിയല്ലേ, ഇതെന്റെ രക്ഷിതാവിന് വേണ്ടിയല്ലേ എന്ന ചിന്ത നിങ്ങളൊന്ന് മനസ്സിൽ തറപ്പിച്ചു നോക്ക്. പ്രയാസങ്ങൾ നമുക്ക് ആസ്വദിക്കാൻ കഴിയും, അനുഭവിക്കാൻ കഴിയും. ആ തരത്തിലാണ് ബിലാൽ റളിയല്ലാഹു അൻഹു തനിക്ക് കിട്ടിയ ഓരോ ചാട്ടവാറടിയും ആസ്വദിച്ചത്. അത്ഭുതപ്പെടുത്തി ഉമയ്യത്ത് ബിൻ ഖലഫിനെ, അതുപോലെ തന്നെ അബൂജഹലിനെ അത്ഭുതപ്പെടുത്തി ബിലാലിന്റെ ആ മനോധൈര്യം അവരെ അത്ഭുതപ്പെടുത്തുകയാണ്. ദാഹിച്ച് വലഞ്ഞുകൊണ്ട് അത്തുഷ് അത്തുഷ് എന്ന് പറഞ്ഞ് കരയുമ്പോ അണ്ണാക്കിലേക്ക് കാർക്കിച്ച് തുപ്പിക്കൊടുത്ത സമയത്തും മരണത്തെ മുഖാമുഖം കണ്ട സമയത്ത് പോലും തന്റെ ആദർശത്തിന് ഒരു അണുകിട വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലാതിരുന്ന അനിഗ്രോ വംശജനായ അടിമയുടെ നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ ഖുറൈശികളുടെ ആഢ്യത്വം പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് അവർക്കത് സാധിച്ചത്? ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, ഈ സഹിക്കുന്നത് മുഴുവൻ റബ്ബേ നിനക്ക് വേണ്ടിയാണ്, നിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ്, നിന്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, എന്തൊക്കെ പ്രയാസങ്ങൾ ഈ ദുനിയാവിൽ അനുഭവിച്ചാലും, എന്തൊക്കെ നഷ്ടങ്ങൾ ഈ ദുനിയാവിൽ ഉണ്ടായാലും, ഈ ദുനിയാവ് നശ്വരമാണ്, ഈ ദുനിയാവ് തീരുന്നതാണ്, ഈ ദുനിയാവ് അവസാനിക്കുന്നതാണ്. എന്റെ റബ്ബിലേക്ക് മടങ്ങാനുള്ളവനാണ് ഞാനെന്ന ചിന്ത അവരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ നൽകിയ നിർഭയത്വവും ധൈര്യവും സ്ഥൈര്യവും ചെറുതായിരുന്നില്ല പ്രിയപ്പെട്ടവരെ. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർക്കാകുന്നു തങ്ങളുടെ രക്ഷിതാവിന്റെ ഭാഗത്തു നിന്നുള്ള നന്മയുള്ളത്, മാർഗദർശനമുള്ളത്, കരുണയുള്ളത്. അവരാണ് നിർമാർഗം പ്രാപിച്ച ആളുകൾ. വിശ്വാസം നൽകുന്ന ആ നിർഭയത്വവും ധൈര്യവും സ്ഥൈര്യവും പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റത്തിന്റെ ഒന്നാമത്തെ മേഖല എന്ന് പറയുന്നത് വിശ്വാസത്തിൽ തന്നെയാണ്. നെയ്ച്ചോറും ബീഫൊക്കെ അതിന്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും തന്നെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്നുറങ്ങാണ്. ഉറപ്പാണ് ഇത്തരം ക്യാമ്പുകളിൽ എപ്പം പോയാലും ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് അവസ്ഥ. നരകം പറഞ്ഞാൽ പോലും കിടന്നുറങ്ങും. പിന്നെ നരകം പറഞ്ഞാൽ പോലും ആൾക്കാർ കിടന്നു. നിങ്ങളെ കുറ്റം പറയല്ല കേട്ടോ, മനുഷ്യനാണല്ലോ. ചോറൊക്കെ കഴിച്ച ആരാ ഒന്നും ഉറങ്ങാൻ ആഗ്രഹിക്കാത്തത്? ഇപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി അവിടെ ഇരുത്താൻ ഞാനും ഉറങ്ങും. എന്നാലും കുറ്റം പറഞ്ഞാലോ ഒന്ന് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഒന്നും കൂടി കേൾക്കാനൊന്ന് ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ മേഖല വിശ്വാസ മേഖലയാണ്. രണ്ടാമത്തെ പരിശുദ്ധ ഖുർആൻ പരിവർത്തനമുണ്ടാക്കിയ മേഖല എന്ന് പറയുന്നത് സാമൂഹ്യ മേഖലയാണ്. ഖുർആൻ വരുന്നതിൻ്റെ മുന്നേ മക്കയിലുണ്ടായിരുന്ന ആ ഒരു സോഷ്യൽ സിറ്റുവേഷൻ എന്തായിരുന്നു നമ്മൾ മനസ്സിലാക്കണം. ഒരു സാമൂഹ്യമായ അവസ്ഥ വളരെ പരിതാപകരായിരുന്നു. 4 രീതിയിലായിരുന്നു പിന്നെ അവിടെ ഉണ്ടായിരുന്ന വിവാഹം നടന്നിരുന്നത്, പ്രജനനം നടന്നിരുന്നത്. കുട്ടികൾ ഉണ്ടായിരുന്നത് 4 രീതിയിലാണ്. അതിൽ ഒന്നാമത്തെ രീതി എന്താണെന്നറിയോ? സാധാരണ പോലെ വിവാഹം കഴിച്ച് മാന്യമായ രീതിയിലുള്ള കുട്ടികൾ ഉണ്ടാവലാണ്. രണ്ടാമത്തെ രീതി എന്താണെന്നറിയോ? ഒരു പെണ്ണ് ഒരുമ്പട്ടങ്ങോട്ട് ഇറങ്ങും, എന്നിട്ട് അവൾക്ക് കാണുന്നവരുമായെല്ലാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും.
അതിൽ ചിലപ്പം 10 ആളുണ്ടാവും, 20 ആളുണ്ടാവും, 30 ആളുണ്ടാവും. ഈ കാണുന്ന എല്ലാവരുമായിട്ട് വേഴ്ച നടത്തും. എന്നിട്ട് അവൾ ഗർഭം ധരിച്ചു കഴിഞ്ഞാൽ ഈ വേഴ്ച നടത്തിയ ആളുകളെ മുഴുവൻ വിളിച്ചു കൂട്ടും. എന്നിട്ട് അതിലൊരാൾക്ക് പിതൃത്വം ആരോപിച്ചു കൊടുക്കും. നിങ്ങളെ കുട്ടിയാണെന്ന് പെണ്ണ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ കുട്ടി തന്നെ. ഇതാണ് രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതി എന്ന് പറയുന്നത്, ഒരു പെണ്ണ് 10ഓളം ആളുകളെ സെലക്ട് ചെയ്യും. സെലക്ട് ചെയ്തിട്ട് ഈ 10ഓളം ആളുകളുമായി വേഴ്ച നടത്തും. എന്നിട്ട് ഗർഭിണിയായി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഈ 10-ലൊരാളെ തിരഞ്ഞെടുത്തിട്ട് തൻ്റെ കുട്ടിയുടെ പിതൃത്വം ഏൽപ്പിക്കും. നാലാമത്തെ രീതി, വളരെ വൃത്തികെട്ട രീതി എന്ന് പറയുന്നത്, ഭർത്താവും ഭാര്യയും ഒത്ത് ജീവിക്കുമ്പോൾ ഭാര്യയോട് ഭർത്താവ് പറയും, ഇന്നിന്ന ആള് കാണാൻ നല്ല സൗന്ദര്യമുള്ള ആളാണ്, നല്ല ആരോഗ്യവാനാണ്, നല്ല ബുദ്ധിമാനാണ്, അതുകൊണ്ട് നീ എന്ത് ചെയ്യും, ഒരു ദിവസം പോയിട്ട് അവൻ്റെ കൂടെ കഴിച്ചുകൂട്ട്, എന്നിട്ട് അവൻ്റെ കുട്ടിയെ നീ ഗർഭം ധരിക്കും. ഇത് മക്കയിലുണ്ടായിരുന്ന പച്ചയായ സമ്പ്രദായങ്ങളാണ്. ഈ ഒരു അവസ്ഥയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വരുന്നത്, പ്രവാചകൻ വരുന്നത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു ജനതയെ എത്രമാത്രം മാറ്റം വരുത്തി പരിശുദ്ധ ഖുർആൻ. വ്യഭിചാരം എന്നത് സാർവത്രികമായി നടന്നുകൊണ്ടിരിക്കുന്ന, ഒരു നിയന്ത്രണവുമില്ലാത്ത ഒരു സമൂഹത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനുമായി വന്നിട്ട് അവർക്കുണ്ടാക്കിയ മാറ്റം എത്രയാണെന്നറിയോ? അള്ളാന്റെ റസൂൽ മദീനയിലെത്തിയപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സദസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പെണ്ണ് വളരെ വേദനയോടുകൂടി സങ്കടത്തോടുകൂടി പ്രവാചകന്റെ മുന്നിലേക്ക് വരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിനോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു പോയി, എന്നെ എറിഞ്ഞുകൊള്ളണമെന്ന് റസൂലുള്ളാഹിനോട് പറയുകയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നിന്റെ വയറ്റിൽ വളർന്ന കുട്ടി അത് നിഷ്കളങ്ക നിരപരാധിയാണല്ലോ, അതുകൊണ്ട് ആ കുട്ടിക്ക് ജന്മം നൽകിയിട്ട് നീ വാ. പ്രിയപ്പെട്ടവരെ, മാസങ്ങൾ കഴിഞ്ഞിട്ടും ആ പശ്ചാത്താപത്തിന്റെ തീയണയാതെ ചോരപ്പൈതലുമായി ആ പെണ്ണ് വീണ്ടും റസൂലുള്ളാഹിന്റെ സദസ്സിലേക്ക് വന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലേ, ഞാനിതാ എന്റെ കുട്ടിക്ക് ജന്മം നൽകിയിരിക്കുന്നു, ഇതിനെ ഏറ്റെടുത്താലും എന്നിട്ട് പാപിയായി എന്നെ എറിഞ്ഞു കൊന്നാലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകെ അത്ഭുതപ്പെട്ടു. പ്രവാചകൻ പറഞ്ഞു, പെണ്ണിനെ തിരിച്ചു പോ, എന്നിട്ട് ആ കുട്ടിക്ക് മുല കൊടുക്ക്, പാല് കൊടുക്ക്, എന്നിട്ട് അതെന്തെങ്കിലും കഴിക്കാൻ തുടങ്ങുന്ന കാലത്ത് നീ വാ, അപ്പൊ നമുക്ക് നോക്കാം. വർഷമാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും ആ പെണ്ണ് വന്നു. അന്ന് ആ പെണ്ണിന്റെ കുട്ടിയുടെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണം ഉണ്ടായിരുന്നു. ആ കുട്ടി അതിന്റെ പാൽപ്പല്ല് കാണിച്ച് പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയെ കാണിച്ചിട്ട് പ്രവാചകനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, പ്രസവിച്ചു അങ്ങ് പറഞ്ഞതുപോലെ, മുലയൂട്ടി അങ്ങ് പറഞ്ഞതുപോലെ മാസങ്ങൾ കഴിഞ്ഞു പറഞ്ഞു നബിയെ, പക്ഷെ എന്റെ മനസ്സിലുള്ള പശ്ചാത്താപത്തിന്റെ തീ അണയുന്നില്ല. ഉറങ്ങാൻ പറ്റുന്നില്ല, ഉണ്ണാൻ പറ്റുന്നില്ല, അനുഭവിക്കാൻ പറ്റുന്നില്ല, സമാധാനമില്ല. റബ്ബേ, റസൂലേ, എന്നെ എറിഞ്ഞു കൊന്നാലുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോ ആവർത്തിച്ചുള്ള ആവശ്യപ്പെടലിന്റെ അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശിക്ഷ നടപ്പാക്കി. 10, 15, 20, 30, 40 ആളുകളുടെ ഒപ്പം വ്യഭിചരിച്ചു നടന്നിരുന്ന ഒരു സമുദായത്തിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, അറിയാതെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ഒരു തെറ്റിന്റെ പേരിൽ പശ്ചാത്താപ വിവശയായി മാസങ്ങൾ കഴിഞ്ഞുകൂടുന്ന ഒരു മനോനിലയിലേക്ക് ആ സമുദായത്തെ വാർത്തെടുത്തത്, അവരെ ഉയർത്തിയത് ഈ പരിശുദ്ധ ഖുർആനാണ്. സാമൂഹ്യ മേഖലയിൽ പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ വിപ്ലവമാണ്. പ്രിയപ്പെട്ടവരെ, മദ്യസേവ എന്ന് പറയുന്നത് പ്രഥമരായ സ്വഹാബികൾ പോലും കുടിയന്മാരായിരുന്നു പല ആളുകളും. പരിശുദ്ധ ഖുർആൻ ആ മദ്യനിരോധനം നടത്തിയത് വളരെ അത്ഭുതകരമായിട്ടാണ്. ഖുർആൻ എന്താ ചെയ്തത്? ഒറ്റയടിക്ക് നിങ്ങൾ ഇനി നാളെ മുതൽ കള്ളുകുടിക്കരുത് എന്ന് പറയുകയല്ല ചെയ്തത്. അള്ളാഹു പറയുന്നു, യസ്അലൂനക അനിൽ ഖംരി വൽ മൈസിർ ഖുൽ ഫീഹിമാ ഇസ്മുൻ കബീർ വമനാഫിഉ ലിന്നാസ് വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ. മദ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നവരെയും മദ്യത്തെ എതിർക്കുന്നവരെയും ഒരേ സമയം ഖുർആൻ അഡ്രസ് ചെയ്തു, ഒരേ സമയം ഖുർആൻ അഭിസംബോധന ചെയ്തു. എന്താ അല്ലാഹു പറഞ്ഞത്? മദ്യത്തെ കുറിച്ച് അവർ ചോദിക്കുന്നു, മദ്യത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന് ഒരുപാട് തിന്മകളുണ്ട്, പക്ഷെ വമനാഫിഉ ലിന്നാസ്, ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുമുണ്ട്. ഖുർആൻ പറഞ്ഞു നോക്ക് നിങ്ങൾ, ജനങ്ങൾക്ക് ചില ഉപകാരങ്ങളുമുണ്ട്. അല്ലെ, എന്താ ഉപകാരം? ചെത്തു തൊഴിലാളികൾക്ക് പണി കിട്ടും, ബാറിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ജോലി കിട്ടും, അങ്ങനെ ചില ഉപകാരങ്ങളുമുണ്ട്. എന്നിട്ട് അല്ലാഹു പറയാൻ, വഇസ്മുഹുമാ അക്ബറു മിൻ നഫഇഹിമാ, അതിന്റെ ഉപകാരം, അതിന്റെ ഉപദ്രവം എന്ന് പറയുന്നത് ഉപകാരത്തെക്കാൾ എത്രയോ വലുതാണ്.
ഉപകാരത്തെക്കാൾ എത്രയോ വലുതാണ്. സുബ്ഹാനല്ലാഹ്, 30 ആളുകൾക്ക് ജോലി നൽകുന്നുണ്ടെങ്കിൽ 300 കുടുംബങ്ങളെ അത് ശിഥിലീകരിക്കുന്നുണ്ട്, 300 കുടുംബങ്ങളെ അത് തകർക്കുന്നുണ്ട്. മദ്യത്തിന്റെ ഈ സ്വഭാവം 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ്. മദ്യനിരോധനത്തിന്റെ ഒന്നാമത്തെ ഘട്ടം ഇതാണ്. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ലാ തഖറബുസ്സലാ, നമസ്കാരത്തിലേക്ക് നിങ്ങൾ അടുത്തു പോകരുത്, വ അൻതും സുകാറ, നിങ്ങൾ മദ്യലഹരിയിലായിരിക്കുമ്പോൾ. സുബ്ഹിസ്കരിച്ചു കഴിഞ്ഞാൽ ദൂറസ്കരിക്കാനുണ്ട്, കള്ളുടിക്കാൻ കഴിയില്ല. ദൂറസ്കരിച്ചു കഴിഞ്ഞാൽ അസ്രസ്കരിക്കാനുണ്ട്, കള്ളുടിക്കാൻ കഴിയില്ല. അസ്രസ്കരിച്ചു കഴിഞ്ഞാൽ മഗ്രിബിസ്കരിക്കാനുണ്ട്, കള്ളുടിക്കാൻ കഴിയില്ല. മഗ്രിബിസ്കരിച്ചു കഴിഞ്ഞാൽ ഇശാ നിസ്കരിക്കാനുണ്ട്, കള്ളുടിക്കാൻ കഴിയില്ല. പകൽ സമയത്ത് മദ്യത്തിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു പരിശീലനം പരിശുദ്ധ ഖുർആൻ ആദ്യം നൽകി. പിന്നീട് ആ മദ്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ തങ്ങൾക്ക് കഴിയുമെന്ന ബോധ്യം ഉമ്മത്തിന് നൽകിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തിലേക്ക് പോകുന്നത്. ഇന്നമാ യുരീദു ശൈത്താനു അയ്യൂഖിഅ ബൈനകുമുൽ അദാവത വൽ ബഗ്ദാഅ ഫിൽ ഖംരി വൽ മൈസിർ വയസുദ്ദകും അൻ ദിക്രില്ലാഹ് വഅനിസ് സ്വലാ ഫഹൽ അൻതും മുൻതഹൂൻ. വിശ്വാസികളെ, മദ്യത്തിലൂടെയും ചൂതാട്ടത്തിലൂടെയും പിശാച് നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്നും നമസ്കാരത്തിൽ നിന്നും നിങ്ങളെ തടയാനും ശ്രമിക്കുന്നു. ഫഹൽ അൻതും മുൻതഹൂൻ. പിന്തിരിയാൻ നിങ്ങൾ തയ്യാറുണ്ടോ? മതിയാക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? പ്രിയപ്പെട്ടവരെ, കേട്ടവർ ചുണ്ടിനോടടുപ്പിച്ച മദ്യത്തിന്റെ ചഷകങ്ങൾ വലിച്ചെറിഞ്ഞു. മദ്യത്തിന്റെ സൂക്ഷിച്ച വീപ്പക്കുട്ടികൾ തച്ചു തകർത്ത് തരിപ്പണമാക്കി. എന്നേക്കുമായി അവർ ലഹരിയോട് എന്നേക്കുമായി വിട പറഞ്ഞു. 3 വാക്കുകൾ കൊണ്ട് പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ പരിവർത്തനം, പ്രിയപ്പെട്ടവരെ, 1400 കൊല്ലങ്ങൾ പിന്നിടുന്നു, 1.5 സഹസ്രാബ്ദം പിന്നിടുന്നു. ഇന്നും 10,000ങ്ങൾ പരിശുദ്ധ ഖുർആനിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ലഹരിയുടെ ആ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതായി നമുക്ക് കാണാൻ കഴിയും. സാമൂഹ്യ തലത്തിൽ പരിശുദ്ധ ഖുർആൻ ഉണ്ടാക്കിയ മാറ്റമാണ്. ഇനിയും ഒരുപാട് പറയാനുണ്ട്. പ്രിയപ്പെട്ടവരെ, സമയം വളരെ പരിമിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളെ യഥാർത്ഥമായ രീതിയിൽ മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാനും പരിശുദ്ധ ഖുർആൻ കൊണ്ട് ഹൃദയത്തെ പ്രശോഭിതവും പ്രകാശിതവുമാക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.